ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ എവിടെ പോവാ ശ്രീക്കുട്ടി? വീട്ടിലിരുന്നിരുന്ന് ഞങ്ങൾ മടുത്തപ്പോൾ വൈകുന്നേരമായപ്പം ഞങ്ങൾ വയലിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇപ്പോൾ സമയം ഏകദേശം 5:30 ഗൈസ്, 5:30. നമ്മൾ വയലിലെല്ലാം പോയിട്ട് ഇന്നത്തെ കാഴ്ചകളെല്ലാം കാണിച്ചില്ല. അമ്മയുണ്ട്, ഞാനുണ്ട്, ശ്രീക്കുട്ടിയുണ്ട്. അതായത് ശ്രീക്കുട്ടി ശ്രേയാരഘുനാഥ്. ശ്രീക്കുട്ടി ഇനി എത്രയിലേക്കാ? 7ലേക്കാണ്. അവള് തോറ്റതാണ്. 10ലെത്തുന്നതിന് മണ്ടത്തി നിനക്ക് 11 വയസ്സ് 12 വയസ്സാവുന്നേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ നീ 10ലെത്തുന്നത്? എന്റെ ദൈവമേ, നിങ്ങൾ തന്നെ പറ ഫ്രണ്ട്സ്, ഇവളെന്തൊക്കെ മണ്ടത്തറിയ പറയുന്നത്. എനിക്ക് 12 വയസ്സാവുന്നേ ഉള്ളൂ, ഇപ്പൊ ഞാൻ 10ലെത്തേണ്ടതാണ്. ഇത്രയും വിവരം കേട്ട് ഒരുത്തിന് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഓ പറ. ഞാൻ ഒരുമിച്ചാണ് പഠിച്ചത്. ഈ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാം. എല്ലാം അപ്ലോഡ് സീരിയസ്. പറ. അപ്പോൾ ഓള് UKG പഠിച്ചില്ല. അപ്പോൾ ഞാൻ എല്ലാം പഠിച്ചു. അപ്പോൾ ഓള് UKG പഠിക്കാൻ പോയി. അപ്പോൾ ഓള് നേരത്തെ 2 കൊല്ലം അങ്ങനെ. അപ്പോൾ ഓള് എൻ്റെ പ്രായം തന്നെയായിരുന്നു. പക്ഷെ ഓള് നേരത്തെ. ഓളിപ്പോ എത്രയല്ല അത് പറ. ഓള് 10. ഓക്ക് ഇപ്പൊ എത്ര വയസ്സ്? 15. നിനക്ക് എത്ര വയസ്സ്? നിനക്ക് 12 വയസ്സാവുന്നല്ലേ ഉള്ളൂ. പിന്നെ എങ്ങനെ നീ 10ലെത്താ? നിന്നെ നേരത്തെ അംഗനവാടി കൊണ്ട് ഇരുത്തിയതാണ്. ശ്രീകുട്ടിന്റെ കിളിയെല്ലാം പാറി എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇങ്ങനെ നടന്നു പോയിട്ട് നമ്മള് കണ്ടില്ല, അങ്ങ് പോകും അല്ലേ? ഇവിടെ വരെയൊക്കെ ആദ്യം വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പം ഇവിടെ ഒന്നും വെള്ളമില്ല ഗൈസ്. ഇപ്പൊ ഡാം തുറന്നാൽ, ഡാം അടച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കയറും. പക്ഷെ ഇപ്പം അങ്ങനെ വെള്ളം കയറില്ല. ഇപ്പം നിങ്ങളെന്താ പറയുന്നല്ല, ഞങ്ങളിതിന് കൊക്ക് എന്ന് പറയും ഗൈസ്. ചിലയിടത്ത് കൊച്ചാന്ന് പറയും, ചിലയിടത്ത് കൊക്ക് എന്ന് പറയും. നീ എന്താ പറയുക ശ്രീകുട്ടി? കൊക്ക്. അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഒരു കുപ്പിയിൽ വെള്ളം, ചിപ്സ് ഇതൊക്കെ എടുത്തുകൊണ്ടാണ് പോകുന്നത്. നല്ല കാറ്റടിക്കുന്നുണ്ടല്ലേ ശ്രീ? ഈ ഒരു വഴിയായിരുന്നു ഇത്. ഇപ്പം ഇവിടെ വഴിയൊക്കെ കുറച്ച് വീതിയായി. പിന്നെ ഫുള്ള് വീടെല്ലാം വന്നു. നല്ല കാറ്റടിക്കുന്നുണ്ട്, നല്ല കാറ്റ്. നമുക്കെന്താ പറയാനുള്ളത്? എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയാം. എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചെറിയ ചെറിയ തോട് പോലെ ഉണ്ട്. ആ തോടിലൂടെയൊക്കെ വെള്ളം പോകുന്നതാണ്. അമ്മ പറയാണ് അവിടെ നിന്നിട്ട് ഡാൻസ് കളിക്കുന്നത്. നിങ്ങൾക്ക് ആമ്പൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ പിള്ളേർ ചൂണ്ടിയിട്ട് മീനെല്ലാം പിടിക്കുന്നുണ്ട്. നിങ്ങൾ കാളയ്ക്ക് ഭ്രാന്താവുന്നത് കണ്ടിട്ടുണ്ടോ? അതാ ഗൈസ്, ഇൻട്രോ എല്ലാം ഫുള്ള് തരുന്നത് നമ്മുടെ ശ്രീക്കുട്ടിയാണ് ഗൈസ്, അല്ലേ ശ്രീ? യെസ്. എന്താ പറയുക, വീഡിയോ എടുക്കാനാണെങ്കിലും നീന്തൽ പഠിക്കാനൊക്കെ. അപ്പോൾ ഈ എന്താ പറയുക, തേങ്ങ കെട്ടിയിട്ട് അതിൽ തുഴയായിരുന്നു. പിന്നെ ട്യൂബിൽ, പിന്നെ കണ്ണാസ് അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തുഴഞ്ഞു പഠിക്കായിരുന്നു. ഫുള്ള് മാറി. ഇത് ഇവിടം വരെ വെള്ളമായിരുന്നു. ഇപ്പോൾ ഇത്രയും ഭാഗം ഇപ്പോൾ വെള്ളമില്ല ഗൈസ്. ഇതുണ്ട്, ഇതൊക്കെ ആ വെള്ളത്തിൻ്റെ തട്ടായിരുന്നു. ഇവിടെ ശ്രീക്കുട്ടിയോടെ നീന്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നീന്തി അക്കരെ കിടന്ന വ്യക്തിയാണ്. എൻ്റെ മാമൻ്റെ മക്കൾ വന്നപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് നീന്തിയത്. ആഴമില്ലാത്തൊരു നല്ല ശ്രീക്കുട്ടി എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായി. ഇത് ഈ ഒരു പുഴയാണ് ഗൈസ്, പെരുവണ്ണാമൂഴി ഡാം, കുറ്റ്യാടി ഡാം എന്നൊക്കെ അറിയപ്പെടും. പിന്നെ കക്കയം കരിയാത്തുംപാറ അതൊക്കെ നമ്മുടെ ഈ ഒരു പ്രദേശമാണ്. അവിടുന്ന് ഒഴുകി വരുന്ന വെള്ളമാണിത്. ക്ലാസ്സിൽ 2ാം ക്ലാസ് നീ പറഞ്ഞല്ലേ നിന്റെ അമ്മേനോട്, അമ്മ എനിക്ക് അവനോട് ഐ ലവ് യു ആണ്, ഞാൻ അവനോട് ഐ ലവ് യു പറഞ്ഞു. ടീച്ചർ എന്നിട്ട് പറഞ്ഞു അങ്ങനെയൊന്നും പറയരുതെന്ന്. ഇപ്പോൾ ഓർമ്മയില്ല. കാര്യം പറയാൻ പോകാന്ന് പറയണ്ട. എന്ത് ക്ലാസ്സിലാ? അവൾ നൈസായിട്ട് എന്നെ തന്തയ്ക്ക് വിളിച്ചു. ഞങ്ങൾ മീനിന് പൊരിയെല്ലാം കൊടുത്തു.
അപ്പം നമ്മൾ ഇവിടുന്ന് തിരിച്ച് പോവാണ് ഗൈസ്. സമയം 6:30 പക്ഷേ ഇരുട്ടിയിട്ടൊന്നുമില്ല, പുഴവക്കത്തായതുകൊണ്ടാണ് ഇരുട്ടാതെ. വീടിൻ്റെ അങ്ങോട്ടേക്ക് എത്തിയാൽ കുറച്ച് ഇരുട്ടിയിട്ടുണ്ടാവും. നല്ല മഴ വരുന്നുണ്ട് ഗൈസ്. എൻ്റെ ക്രാബ് വീണ് പോയി, മുടി കൊടുക്കുന്ന ക്രാബ് വീണ്. അപ്പം ഞങ്ങൾ അത് തിരിച്ചെടുക്കാൻ പോകുകയാണ് ഗൈസ്. ഞങ്ങൾക്കൊരു ഉണങ്ങിയ രാവിലെ കിട്ടി ഗൈസ്. ഇപ്പോൾ ഫോൺ എൻ്റെ കയ്യിലാണ്. അപ്പം നമുക്ക് ക്രാബ് എടുക്കാം. നമുക്ക് ക്രാബ് എടുക്കാം. ഇങ്ങനത്തെ മഴക്കാലം എനിക്കായി ചേരുള്ള പെണ്ണേ. അടിയാണ് അടികൾ. നമ്മുടെ ക്രാബ് കിട്ടിയിട്ടുണ്ട്. ഹലോ ഇങ്ങനെ അടികൾ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇങ്ങനെ പറയാം. ഇതെങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് എനിക്ക് പറഞ്ഞു തരുന്നതാണ് ഗൈസ് ഇവൾ. നമുക്ക് റിവ്യൂ കിട്ടും. മഴ മഴ പെയ്യാൻ പറ്റിയ അതിന് മുമ്പ് നമുക്ക് വീട്ടിലെത്തണം. ക്രാബ് തപ്പാൻ വരുന്നതിനിടയ്ക്ക് അമ്മ അങ്ങ് നടന്നെത്തി. ഞങ്ങൾ തിരിച്ചു വന്ന് ക്രാബ് എടുത്തു. അതാ അമ്മേനെ അതാ പോത്ത് ഇപ്പൊ കുത്തും. പോത്തിന് വട്ടായി ഗൈസ്. നമുക്ക് ഇതിലേ പോവാം. നമുക്ക് ഈ വരമ്പത്തൂടെ അങ്ങ് പോവാം. ഒരു വ്യൂ കാണിച്ചു തരാം. കണ്ടോ, ഇവിടുന്ന് ഫസ്റ്റേ വീഡിയോ എടുത്താൽ മതി. പക്ഷെ ഞങ്ങൾ അങ്ങ് പുഴേൻ്റെ അടുത്തോട്ടേ പോയി. ഇവിടെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ പോത്തുണ്ട് ബേക്കിൽ, അതുകൊണ്ട് പേടിയാവും. നല്ലോണം ഇരുട്ടായി, പെട്ടെന്ന് ഇരുട്ടായി. നല്ല ഇടിയും മിന്നലൊക്കെ വരുന്ന നല്ല മഴക്കോളാണ്. നല്ല മഴ, നല്ലോണം ഇരുടായി. ഞങ്ങളിപ്പോൾ അവിടുന്ന് ഓടി 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 വന്ന് ഇപ്പോൾ ഈ കടേൻ്റെ ഫ്രണ്ടിൽ കയറിയൊക്കെയാണ് ഗൈസ്. നമ്മളിത് വഴിയാണ് അങ്ങോട്ട് പോയത്. നമ്മൾ തിരിച്ചു വന്നത് ഈ ഒരു വഴിയാട്ടോ. ഇപ്പോൾ കൊടയും കൊണ്ട് അമ്മ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല ഇടിയും മിന്നലായതുകൊണ്ട് ഞങ്ങൾ പിന്നെ വീട്ടിൽ പോയി. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ കഴിയില്ല ഗൈസ്. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.